മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്തവരുടെ ജീവിതം ദാരിദ്ര്യത്തിൽ എത്തിപ്പോകുമെന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം. അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ദുആ ചെയ്യണം. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലല്ലോ. നമ്മൾ വെറുതെ ആലോചിക്കുക, നമ്മളിപ്പോൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ ഇടത്തേക്ക് കൊണ്ടാണല്ലോ നജസ് തൊടേണ്ടി വന്നത്. വെള്ളം വലത്തേക്ക് കൊണ്ടൊക്കെ അടിച്ചാൽ പോലും അല്ലേ, കാഷ്ടവും മൂത്രമൊക്കെ ടച്ച് ചെയ്യേണ്ടി വന്ന ഇടത്തേക്ക് കൊണ്ടേ തൊടുള്ളൂ. നമ്മളെ കാഷ്ടവും മൂത്രവും വലത്തേക്ക് കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയായിരിക്കും. ഉമ്മാക്കെന്ത് വലത്തേക്ക്, ഉമ്മാക്കെന്ത് അടുത്തേക്ക്. പാവം പച്ച സാധു, അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. യൂട്യൂബിൽ കയറിയിട്ട് ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല് കേട്ടിട്ട് കരീനേക്കാൾ ബുദ്ധി എന്താ നല്ലതെന്നറിയാം? ഉമ്മ ഉള്ള കാലത്ത് ചിരിപ്പിക്കലാണ്. മരിച്ചിട്ട് കുറെ ടെൻഷൻ ആകുന്നതിനേക്കാൾ നല്ലത് ഹദീസിൽ കാണാം. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഞാനും തങ്ങളൊന്നിച്ച് ഹിജറക്കും ബൈഅത്തിനൊക്കെ ആയിട്ട് വന്നതാ, സമരത്തിനും ഹിജറൊക്കെ ആയിട്ട്. എൻ്റെ വേർപാടിൽ വൗമായി എബുക്കാൻ എൻ്റെ ഉപ്പിയും കരയാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, സെക്ടർ മീറ്റിംഗോ ഡിവിഷൻ മീറ്റിംഗില്ല, പിന്നെ ആദ്യം ഉമ്മാക്ക് ഗുളിക വാങ്ങി കൊടുത്തിട്ട് വാ, വേണ്ട അലഹിക്കുഹുമാ കമാ അബക്കൈതഹുമാ, കരയിപ്പിച്ചില്ല നീ, പോയി ചിരിപ്പിച്ചിട്ട് വാ ബാക്കി. എന്നിട്ട് നമ്മളോട് ഉമ്മ പറയാണ്, ഉമ്മാക്ക് എന്തോ പേടിയാന്ന് മോൻ, ഇന്ന് രാത്രി എന്തോ ലേറ്റെല്ലാം ഇടക്കടയിൽ പോകുന്നുണ്ട്, നല്ല മഴയാണ്, നീ ഇന്ന് പള്ളി പോകണ്ട, ഇന്ന് ഉമ്മാൻ്റെ കൂടെ ജമാഅത്താക്കി നിസ്കരിച്ചോ മോനെ. 26 ആവല്ലേ എന്നൊന്നും ടാങ്ക് വിളക്കാൻ പറ്റില്ല. ഉമ്മ എന്താ പറയണ അതിനനുസരിച്ച് ചെയ്താൽ മതി. കണ്ട ഉമ്മാക്ക് അത്രയും സ്ഥാനമുണ്ട്. അവർക്ക് ദ്വാ ഇറക്കണം. അവർക്ക് ദ്വാ ഇല്ലെങ്കിൽ പിന്നെന്തിനാ നമുക്ക് നാവ്? ആ ഉപ്പക്കുമ്മക്കല്ലേ നമ്മൾ ദ്വാ ഇറക്കേണ്ടത്. നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അവര്. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മാക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? പോയാൽ തന്നെ നമ്മൾ തിരക്കഭിനയിക്കൂലേ? മറ്റേയാളില്ലേന്ന് ചോദിക്കൂലേ? 8 മക്കളെ ഒരു വിഷമവും ഇല്ലാണ്ട് ഉമ്മ പോറ്റിയിട്ടുണ്ടെങ്കിലും ഒറ്റ ഉമ്മാനി 8 മക്കൾക്ക് പോറ്റാൻ കഴിയണില്ലല്ലോ. ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും പെങ്ങളോട്, അടനെ താമസിപ്പിച്ചോ, പൈസ എന്താന്ന് വെച്ചാൽ അച്ഛരാ, പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ ഓക്ക് തീരി പിടിക്കൂലോ. എന്തിനാടാ ഈ പെൺകൂസനെ ജീവിക്കുന്നത്? മകന്റെ ഭാര്യ ഒരു ഉമ്മയ്ക്ക് മരുമോളാണ്, ഒരു ഉപ്പാക്ക് മരുമോളാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അവരെ മകളായിട്ട് കാണാൻ ഉമ്മക്ക് കഴിയണം. ഭർത്താവിന്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ ഈ മരുമോൾക്കും കഴിയണം. വേണ്ടേ? ഇതില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണ്ട, ദയവ് ചെയ്ത്. മക്കളെ കൂടെ കല്യാണം കഴിപ്പിക്കും വേണ്ട. പൊന്നാരന്മാർ, നിങ്ങൾ ഈ പോക്കും പകയും ഈ അമ്മായിമ്മ പോരും കാട്ടാനാണ് തീരുമാനങ്ങൾ. എന്തിനാ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ പെൺകുട്ടിന്റെ ജീവിതം എന്തിനാ നിങ്ങൾ കൊളാക്കണേ? ആ കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ മകന്റെ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാണെങ്കിൽ എന്തിനാ നിങ്ങൾ മക്കളെ കൂടെ കല്യാണം കഴിപ്പിക്കണേ? ആ കല്യാണത്തിന് വളർച്ച ചോറ് കൊടുക്കണില്ല മനുഷ്യന്മാർക്ക് എന്തിന്? പിന്നെ ഫുള്ള് മരണം വരെ ശത്രുത കാണിച്ച് ജീവിക്കാനോ? ക്ഷമ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാന്ന് മാത്രമല്ല, സ്വന്തം മരുമക്കളിൽ അവർക്ക് ദുരന്തം വരണം എന്ന് ആഗ്രഹിച്ച് സിഹർ വരെ ചെയ്തിട്ട് തളർത്തിക്കളയുന്ന അമ്മായിമാരുണ്ട് എന്ന് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാ പടച്ചോനെ ഇവര് സ്വന്തം ആൺകുട്ടിക്ക് എന്തിനാ പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? അവൾ അങ്ങനെ പൊന്തണ്ട, അവൾക്ക് അങ്ങനെ വീട് പണിയൊന്നും നടക്കണ്ട, അവൾക്ക് ഞാൻ 3 കഫം പൊടി റെഡിയാക്കി വെച്ചത് എന്ന് പറയുന്നത് പച്ച സിഹർ ചെയ്യാം, മാരണം ചെയ്യാം, ശൈത്താനീയത്തിന്റെ പണി ചെയ്യാം. എന്തൊരു കാലം റബ്ബേ. സ്വാബിരീൻ, കുടുംബ വിഷയങ്ങളിൽ ഭയങ്കരമായ ക്ഷമ വേണ്ട വിഷയമാണ്. ഭയങ്കര ക്ഷമ വേണ്ടി വരും. ഒരു പെണ്ണ് ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ ഭാര്യ, അവരുടെ വീട്ടുകാര് ഒന്നിനും കൊള്ളാത്തവരാണ്. ഒരു താഴെ നമ്മൾ ആണുങ്ങളുടെ മീതെ. അങ്ങനെ ഉണ്ടോ? ആരുണ്ടാക്കിയ? ഒരു പെണ്ണായതും നിങ്ങൾ ആണായതും നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ? അള്ളാഹു തന്നതല്ലേ? അള്ളാഹു തന്നതല്ലേ? അപ്പൊ ഭാര്യന്റെ വീട്ടുകാർ എപ്പോഴും ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ പറയാ. നിങ്ങളുടെ വീട്ടുകാരങ്ങനെ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്കും അവരുടെ വീട്ടുകാരെ താഴ്ത്തി കെട്ടി പറയുന്നത് ഇഷ്ടപ്പെടൂല. ഇവരെന്തിനാ പറയണത്? അസ്വാബിരീൻ, ക്ഷമിക്കണേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ, വിട്ടുവീഴ്ച ചെയ്യണേ. ഖുർആൻ പറയാണ്. നമ്മളെന്താ ചെയ്യാ? കാണിച്ചു കൊടുക്കുക. എന്നാ പിന്നെ കാണിച്ചു കൊടുക്കുക എന്താ നമ്മൾ പറയാ? അസ്വാബിരീൻ, ക്ഷമിക്കണേ